ഞങ്ങൾ ഇനി പോകുന്നത് ഞങ്ങളെ നാട്ടിലുള്ള എടപ്പാളിലെ ആരോഗ്യ നികേതനം ഹോസ്പിറ്റലിലേക്കാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാട്ട ഈ ഹോസ്പിറ്റലിൽ കുട്ടികളില്ലാത്ത 1011 പേർക്ക് ആയുർവേദ ചികിത്സയിലൂടെ സന്താന സൗഭാഗ്യം ഉണ്ടായത്. ഇത് നേടിക്കൊടുത്ത ഡോക്ടർ ഷമീൻ രാമചന്ദ്രൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റോട് കൂടി ഒരു വലിയ ഹോസ്പിറ്റലാണ്. എൻ്റെ മൂത്ത കുട്ടിക്ക് 4 വയസ്സായി. അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. പക്ഷേ PCODയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ ഷമീൻ രാമചന്ദ്ര സാറെ കൺസൾട്ട് ചെയ്തപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. എല്ലാത്തിനും മെയിൻ കാരണം PCOD നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. കുട്ടികളില്ലാത്ത 1011 പേർക്കണ്ട അവിടുത്തെ ചികിത്സ കൊണ്ട് കുട്ടികളായത്. അത് അറിഞ്ഞിട്ടാണ്ട നമ്മൾ അവിടെ പോയത്. ഇനി ഇൻഫെർട്ടിലിറ്റിക്കും പ്രഗ്നൻസി പരമായി എന്ത് പ്രശ്നത്തിനും ഡോക്ടർ കൺസൾട്ട് ചെയ്താൽ മതിട്ട. ഇവിടെ ഇത് മാത്രല്ലട്ട, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷൻ, സ്ട്രെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഗർഭസംസ്കാരം എന്ന തെറാപ്പി കൂടി ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ അമ്മക്കും കുഞ്ഞിനും ഒരുപോലെ നല്ല കെയറും നല്ല ട്രീറ്റ്മെന്റും നൽകുന്ന ഹോസ്പിറ്റലാണ്. നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ള 2 റൂമും ഹാളും കിച്ചണും സിറ്റ് ഔട്ടും ഒരു വീട് പോലെ തന്നെ. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്ക് പ്രത്യേക തരം ഫുഡാട്ടോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പ്രസവിച്ച് കിടക്കുന്നവർക്കും വീട്ടുകാർക്കും ഒന്നും അറിയണ്ടട്ടാ, നല്ല ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം. അത്രയും നല്ല ട്രീറ്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഡെലിവറി ടൈം ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നോട്ടാ. പോസ്റ്റ്നാറ്റലിന്റെ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ നോക്കി മെഡിസിനൊക്കെ വാങ്ങി വന്നപ്പോഴാ കോസ്മെറ്റോളജിയുടെ സെക്ഷൻ കണ്ടത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ അടുത്ത വീഡിയോയിൽ പറയാം. സോ ഈ ആരോഗ്യ നികേതനം ഹോസ്പിറ്റൽ എവിടെയെന്നല്ലേ? നമ്മുടെ എടപ്പാള് വെള്ളത്തോൾ കോളേജിലേക്ക് പോകുന്ന വഴിയിലാട്ടാ. കൂടുതൽ ഡീറ്റെയിൽസിനായി അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക.